വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരായ സൈബർ അതിക്രമത്തിൽ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ പ്രവാസിക്കെതിരെ കേസെടുത്തു. പ്രവാസി മലയാളിയായ KM മിൻഹാജിന്റെ പേരിലാണ് പോലീസ് കേസെടുത്തത്. കെ ശൈലജയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നാണ് കേസ്. എഫ്ഐആറിന്റെ പകർപ്പ് 24-ന്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, എന്തൊക്കെയാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്? സജോ ദേവസ്യ വാർത്തയുടെ വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരും. കെ ശൈലജയ്ക്ക് എതിരായ സൈബർ അതിക്രമത്തിൽ ഇപ്പോൾ എഫ്ഐആർ എടുത്തിരിക്കുകയാണ്. വടകരയിലെ LDF സ്ഥാനാർത്ഥി ശൈലജയ്ക്കെതിരായ സൈബർ അതിക്രമത്തിൽ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ പ്രവാസിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രവാസി മലയാളിയായ KM മിൻഹാജിന്റെ പേരിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശൈലജയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നാണ് കേസ്. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി ചേരുന്നു. സജോ, എന്തൊക്കെയാണ് ഈ എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ? വേണു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജയെ സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചതിനാണ് കേസ്. കെ ശൈലജ തന്നെ മട്ടന്നൂർ പോലീസിൽ നൽകിയ പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ മാസം 1-ാം തീയതിയാണ്. അതായത് അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടു, അതിനുശേഷം അവിടെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ നൽകിയ പരാതിയാണ്. ഇപ്പോൾ വളരെ അടുത്ത് നൽകിയ ഒരു പരാതിയല്ല. ഈ പരാതി നൽകിയതാണ് ഈ പ്രചാരണം. പക്ഷേ അതിൽ വടകരയിലെ LDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നതായിരുന്നു പരാതി. ആ പരാതിയിന്മേലാണ് കണ്ണൂർ മട്ടന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. KM മിൻഹാജ് കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയാണ്. മിൻഹാജ് പ്രവാസി മലയാളിയാണ്, ഗൾഫ് പ്രവാസിയാണ്. മിൻഹാജിനെതിരായ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പ്രചരിപ്പിച്ചു. മിൻഹാജ് KM പാലൊളി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ഇത് പ്രചരിപ്പിച്ചു. നടുവണ്ണൂർ സ്വദേശിയായ മിൻഹാജ് ഇത്തരം ചിത്രങ്ങൾ, മോശമായ അധിക്ഷേപ സ്വഭാവത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നതാണ് പരാതി. ആ പരാതിയിൽ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് IPC 153, 509 കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ്. KP ആക്ട് 120 ചുമത്തിയിട്ടുണ്ട്. അതായത് IT വകുപ്പ് കൂടി ബാധകമാകുന്ന വിധത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, കലാപാഹ്വാനം, ഒപ്പം ഈ KP ആക്ടും ചുമത്തിയിട്ടുണ്ട്. ഇത് ഈ മാസം 1-ാം തീയതിയാണ് മട്ടന്നൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി നിരന്തരമായി ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അശ്ലീല സ്വഭാവത്തോടു കൂടിയുള്ള ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ ഒക്കെ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു UDF പ്രവർത്തകർ എന്ന പരാതി കെ ശൈലജ നിരന്തരമായി ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. വിവിധങ്ങളായ പരാതിയുണ്ട്, ഏറ്റവും ഒടുവിൽ നൽകിയ വിവിധ പരാതികളുണ്ട്. പക്ഷേ ഇത് നേരത്തെ നൽകിയ പരാതിയിന്മേൽ എടുത്ത കേസ് കൂടിയാണ് എന്ന ശ്രദ്ധേയമായ കാര്യമുണ്ട്. വടകരയിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഭാഗമായി വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഏറ്റവും ഒടുവിൽ കെ ശൈലജയെ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി UDF പ്രവർത്തകർ അധിക്ഷേപിക്കുന്നു എന്ന പരാതിയിലേക്ക് എത്തുകയും അവർ തന്നെ അത് വലിയൊരു ആരോപണമായി ഉയർത്തുകയും അതിന് UDF അവരുടേതായ മറുപടികളൊക്കെ പറയുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കടുത്ത പോരാട്ടം നടക്കുന്നത് ഒരുപക്ഷെ അനാരോഗ്യകരമായ പ്രവണതകളിലേക്ക് വളരുകയും ചെയ്തിരുന്നു. അങ്ങനെ ഭാരവാഹിത്വ ചുമതലകളിൽ ഇരിക്കുന്നവർ, പ്രവാസികൾ, അങ്ങനെയുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മറ്റും മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന പരാതി LDF ഉന്നയിച്ചു. കെ ശൈലജ തന്നെ പരസ്യമായി ഉന്നയിച്ചിരുന്നു. അങ്ങനെ വിവിധങ്ങളായ പരാതികളുണ്ട്. ഈ പരാതി കെ ശൈലജ തന്നെ മട്ടന്നൂർ പോലീസിൽ നൽകിയതാണ്. അതിലാണ് ഇപ്പോൾ ഈ പ്രവാസി മലയാളിയായ മിൻഹാജിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ചുമതല വഹിക്കുന്ന, അവരുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ചുമതല വഹിക്കുന്ന ആൾക്കെതിരെ ന്യൂമാഹി പോലീസ് കേസെടുത്തിരുന്നു. അതിന് തുടർച്ചയിൽ അതിന് മുൻപേ എടുത്തൊരു കേസ് കൂടിയാണ്. പക്ഷേ വിഷയം ഒന്ന് തന്നെയാണ്. LDF നിരന്തരമായി ഉന്നയിച്ച, സ്ഥാനാർത്ഥി തന്നെ കെ ശൈലജ തന്നെ നിരന്തരമായി ഉന്നയിച്ച പരാതിയാണ്. ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നു, നിരന്തരമായി ഇത് സംഭവിക്കുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു. ഈ പരാതി ഏതായാലും നേരത്തെ തന്നെ നൽകിയതാണ്. അതിന്മേൽ ആ ഘട്ടത്തിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തതുമാണ്. വേണം സജോ, ഈ പുതുതായി ശൈലജ ടീച്ചർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടല്ല ഈ കേസെടുത്തിരിക്കുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ മിൻഹാജ് ഇപ്പോഴും കേരളത്തിന് പുറത്താണോ? എന്താണ് ഇയാളുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം? അതിൻ്റെ വിവരങ്ങളുണ്ടോ? സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. നടുവണ്ണൂർ സ്വദേശിയായ പ്രവാസിക്കെതിരെ, കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ പ്രവാസിക്കെതിരെയാണ് ഇപ്പോൾ കെ ശൈലജയ്ക്കെതിരായ സൈബർ അതിക്രമത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്.
KM മിൻഹാജിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശൈലജയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്നാണ് കേസ്. സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.